കൊച്ചിയിൽ വൃദ്ധയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നു. പൊന്നുരുന്നി റെയിൽവേ ട്രാക്കിലാണ് തെളിവെടുപ്പ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രജനിയെ കൊച്ചിയിൽ വൃദ്ധയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി ഫിർദൌസ് അലിയുമായിട്ടാണ് പോലീസ് സംഘം ഇപ്പോൾ തെളിവെടുപ്പ് ചെയ്തിരുന്നത്. പൊന്നുരുന്നി റെയിൽവേ ട്രാക്കിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഒപ്പം തന്നെ ഈ വൃദ്ധയെ പീഡിപ്പിച്ച കൈവത്താട്ടിൽ പ്രതിയെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തി. കടവന്ത്ര സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകുന്നത്. പ്രധാനമായും അതായത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ അറസ്റ്റ് സംഭവം ഉണ്ടായത്. പൊന്നുരുന്നി റെയിൽവേ ഫണ്ടിംഗ് കേന്ദ്രത്തിന് സമീപം വെച്ച് അവിടുത്തെ കൈവക്കാടിൽ വെച്ചാണ് ഈ വൃദ്ധയെ അസം പ്രദേശത്തുള്ള ഫിർദൌസ് അലി ക്രൂരമായിട്ട് ബലാത്സംഗത്തിനിരയാക്കിയത്. നിലവിൽ ഇവർ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് തീവ്രപരിശോധന വിഭാഗത്തിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇവർ ചികിത്സയിലുള്ളത്. 10 വർഷത്തോളമായിട്ട് എറണാകുളത്ത് റെയിൽവേ കോളേജിലാണ് പ്രതി താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ച ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ ഓട്ടോറിക്ഷയിൽ പ്രതി കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് ഈ പൊന്നുരുന്നി റെയിൽവേ ഫണ്ടിംഗ് കേന്ദ്രത്തിന് അടുത്തുള്ള കൈവക്കാടിലേക്ക് എത്തിച്ച് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. 2 ദിവസമായിട്ട് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടാനായത്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.